അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. പ്രിയ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും. ഇത് മുഹറം മാസത്തിലെ 3-ാമത്തെ വെള്ളിയാഴ്ച നമ്മുടെ പള്ളികളിൽ ഓതുന്ന നുബാത്തിയ ഖുത്ബയുടെ അർത്ഥവും ആശയവുമാണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇമാം ഖുത്ബ ഓതുമ്പോൾ അതിൽ നമുക്ക് വലിയ രൂപത്തിൽ ശ്രദ്ധിക്കാൻ അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ കഴിയുമെന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയാനുള്ളത്. നമുക്ക് ഖുത്ബയുടെ ആശയത്തിലേക്ക് പോകാം. ചക്രവാളങ്ങളിൽ സഞ്ചരിക്കും വിധം നക്ഷത്രങ്ങളെ കീഴ്പ്പെടുത്തിയ മലക്കുകളുടെ പുകഴ്ത്തലിൻ്റെ പരിശുദ്ധിയാൽ ആകാശങ്ങളെ ശുദ്ധീകരിച്ച അനുസരിക്കുന്നവരുടെ ശരീരങ്ങളെ നരകമോചനത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ സൗകര്യപ്പെടുത്തി കൊടുത്ത അള്ളാഹുവിനാണ് സർവസ്തുതിയും. പങ്കുകാരനില്ലാത്ത ഏകനായ അള്ളാഹു മാത്രമേ ആരാധ്യനുള്ളൂ എന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ അടിമയും റസൂലുമാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. നമ്മുടെ നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലും അവിടുത്തെ കുടുംബത്തിലും അനുചരന്മാരിലും അള്ളാഹുവിൻ്റെ ഗുണം വർഷിക്കുമാറാകട്ടെ. ജനങ്ങളെ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുവാൻ എന്നോടും നിങ്ങളോടും ഞാൻ ഉപദേശിക്കുന്നു. നിങ്ങൾ ഭയഭക്തിയുള്ളവരാവുക, എങ്കിൽ അതിൻ്റെ ഗാംഭീര്യത നിങ്ങളിൽ നിലനിൽക്കും. ഭൗതിക സുഖങ്ങളോടുള്ള ആർത്തിയെ നിങ്ങൾ അകറ്റി നിർത്തുക, എങ്കിൽ നിന്ദ്യത നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കും. സന്മാർഗങ്ങളെ നിങ്ങൾ ലക്ഷ്യം വെക്കുക, അവ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ട്. ആഗ്രഹങ്ങളെ നിങ്ങൾ അകറ്റി നിർത്തുക, അവയുടെ പതനം നിങ്ങളെ ക്ഷീണിപ്പിച്ചിട്ടുണ്ട്. മുൻകാല സമുദായങ്ങളുടെ പതനങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. കാലം ഉയർത്തി കാണിച്ച അവർ എവിടെ പോയി? വിപത്തുകൾ അവരിൽ നിന്നും അകന്നു നിന്നിരുന്നു. അതിനാൽ ഭയപ്പെടാതെ അവർ ഭൗതിക ലോകത്തെ പടുത്തുയർത്തി അവരുടെ കൽപ്പനകൾ കരയിലും കടലിലും നടപ്പാക്കപ്പെട്ടു. അങ്ങനെ അവർ മഹത്വത്തിൻ്റെ പീഠങ്ങളിൽ ഇരുന്നു. വമ്പ് പറയാൻ വേണ്ടി പരവതാനികൾ വിരിച്ചു. ഭൗതികമായ ആഗ്രഹങ്ങളുടെ കളവുകളെ അവർ വാസ്തവമാക്കി. ഭൗതിക ലോകത്തിൻ്റെ ചുരുളിലുള്ള അപകട സ്ഥലങ്ങളെ അവർ കണ്ടില്ല. കാലം മാറി വന്നു. ഭൗതിക ലോകത്തിൻ്റെ തെളിനീർ ധാരകൾ അവർക്ക് ഉപ്പുരസമായി തീർന്നു. അതിലെ വിപത്തുകളിലൂടെ അവർ സഞ്ചരിച്ചവരായി. നിർമ്മിക്കപ്പെട്ട അവരുടെ ഭവനങ്ങൾ തകർന്നടിഞ്ഞു. അവരുടെ അടയാളങ്ങൾ മായ്ക്കപ്പെട്ടു. പ്രകാശലോകം അവരെ പിന്തള്ളി. വിപത്ത് നിറഞ്ഞ സ്ഥലങ്ങൾ അഥവാ ഖബറുകൾ അവരെ ചുറ്റിപ്പൊതിഞ്ഞു. അവർ വഴുതി വീണു. അപ്പോൾ കാലം പറഞ്ഞു, നിങ്ങൾ എഴുന്നേൽക്കാതിരിക്കട്ടെ. മരണജലം അവർക്ക് കുടിപ്പിക്കപ്പെട്ടു. അപ്പോൾ അവർ ഒന്നിച്ച് നശിച്ചുപോയി. പരലോക യാത്രക്കാർ താമസിക്കുന്ന വീടുകളിൽ താമസിക്കുന്നവരെ, മരിച്ചവർ വെള്ളം കുടിച്ചിരുന്ന ഉറവുകളിൽ നിന്നും വെള്ളം കുടിക്കുന്നവരെ, മരണം നിങ്ങളെ വിളിക്കുന്നു. നിങ്ങൾ വിളി കേൾക്കണം. നിങ്ങളെ തുണ്ട് തുണ്ടുകളാക്കി മാറ്റുന്ന നാശം നിങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. വേദനിപ്പിക്കുന്ന മരണത്തിൻ്റെ വാൾ നിങ്ങളിൽപ്പെട്ട പലരെയും കൊന്നിട്ടുണ്ട്. പല വിപത്തുകളും നിങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുമുണ്ട്. നിങ്ങളോ തലനിറയെ ആഗ്രഹങ്ങൾ ചുമക്കുന്നവരാണ്. അവ തീക്കനൽ പോലുള്ള മരണദിനത്തിൻ്റെ മുന്നിൽ മറയായി തീർന്നിരിക്കുന്നു. മരണം നിങ്ങളല്ലാത്തവർക്ക് മാത്രമാണെന്ന് നിങ്ങൾ ധരിച്ച പോലെയാണ് നിങ്ങൾ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തൊരത്ഭുതം! അശ്രദ്ധ എത്ര കഠിനമാണ്! മരണം പെട്ടെന്നാണ്, ആഗ്രഹം ചതിക്കുന്നതാണ്. മരണം അടുത്തുകൊണ്ടിരിക്കുന്നു. ആക്രമണത്തെക്കുറിച്ച് ദിവസങ്ങൾ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ദിവസങ്ങളുടെ തീരുമാനം മറ്റുള്ളവരിൽ നടപ്പാക്കി നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുമുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അടിമകളെ, നിങ്ങൾ തിരക്കപ്പെടുക, ധൃതിപ്പെടുക, സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുക. അവയുടെ കവാടങ്ങൾ തുറക്കപ്പെട്ടിരിക്കുന്നു. ചടഞ്ഞിരിക്കുന്ന സമയം തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ധാരാളമാണ്. കണ്ട നാടി മുറിക്കപ്പെടും. തേങ്ങിക്കരച്ചിൽ പ്രകടമാവും. നെറ്റിത്തടം വിയർക്കും. മലക്ക് പ്രത്യക്ഷപ്പെടും. യത്തീമുകൾ ദുഃഖിക്കും. ഭാര്യ കരയും.
നരിയുടെ നിന്ദ്യത പ്രകടമാകും. ഗാംഭീര്യതയുടെ മറകൾ നീങ്ങും. പരാജയത്തിൻ്റെ ഭവനം അഥവാ നരകം യാഥാർത്ഥ്യമാകും. ഇവയെല്ലാം സംഭവിക്കുന്നതിന് മുമ്പ് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക, നന്മകൾ അധികരിപ്പിക്കുക. വിചാരണയുടെ ദിവസം ഭയത്താൽ ഹൃദയങ്ങൾ പിളരും. കുറ്റങ്ങൾ കഴുത്തിൽ മാലകളാക്കി അണിയിക്കപ്പെടും. കണക്ക് കൃത്യമാക്കപ്പെടും. അപ്പോൾ സർവശക്തനായ അല്ലാഹു അല്പവും അനീതി പ്രവർത്തിക്കുകയില്ല. വിധിവിലക്കുകൾ പാലിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഇതാ ജലത്തിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിച്ചവന്റെ വചനം. അവലം യസീറൂ ഫിൽ അർളി ഫയൻദുറൂ കൈഫ കാന ആഖിബത്തുൽ ലദീന കാനൂ മിൻ ഖബലിഹിം കാനൂഹും അശദ്ദ മിൻഹും ഖുവ്വതൻ വആസാറൻ ഫിൽ അർളി ഫഅഖദഹുമുല്ലാഹു ബിദുനൂബിഹിം വമാ കാന ലഹും മിനല്ലാഹി മിൻ വാഖ്. ഇവർ ഭൂമിയിൽ സഞ്ചരിക്കാറില്ലേ? അപ്പോൾ ഇവർക്ക് കാണാമല്ലോ ഇവരുടെ മുമ്പുണ്ടായിരുന്നവരുടെ പര്യവസാനം എങ്ങനെയാണ് ഉണ്ടായതെന്ന്. ശക്തിയിലും ഭൂമിയിലെ അവശിഷ്ടങ്ങളിലും ഇവരെക്കാൾ ഊക്കേറിയവർ അവരായിരുന്നു. എന്നിട്ട് അവരുടെ പാപങ്ങൾ കാരണം അള്ളാഹു അവരെ പിടികൂടി. അള്ളാഹുവിൽ നിന്ന് അവരെ തടുക്കുന്ന ഒരാളും അവർക്ക് ഉണ്ടായതുമില്ല. ഈ വചനത്തോടു കൂടെയാണ് ഈ ഖുത്ബ അവസാനിക്കുന്നത്. അള്ളാഹു ഖുത്ബയുടെ ആശയങ്ങൾ യഥാവിധി ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.